ബോബി ചെമ്മണ്ണൂരിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രി കഴിഞ്ഞത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ പിടിച്ചെടുത്തു. ഹണി റോസിന്റെ രഹസ്യമൊഴി പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെ നടപടി വേണമെന്ന ഹണി റോസിന്റെ പരാതി. കേരള കോൺഗ്രസ് എമ്മിന് നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന UDF ആണ്. അത് അവർ തിരിച്ചറിയണം. അത് തിരിച്ചറിയുന്നില്ലല്ലോ അവരറിയുകയാണെങ്കിൽ നല്ല കാര്യം. അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാൻ കഴിയും എന്ന വിശ്വാസമാണ് എനിക്ക്. കേരള കോൺഗ്രസ് എമ്മിന് UDFിലേക്ക് വാതിൽ തുറന്നിട്ട് കോൺഗ്രസ്. രമേശ് ചെന്നിത്തല അഭിപ്രായം പറഞ്ഞത് ന്യൂസ് 18 അഭിമുഖത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വിപുലീകരിക്കാൻ ശ്രമങ്ങൾ. RJDയെയും തിരികെ എത്തിക്കാൻ നീക്കം. കൂടുതൽ പേരെ എത്തിക്കാൻ മത്സരിച്ച് ചെന്നിത്തലയും VD സതീശനും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കവും മുന്നണി വിപുലീകരണവും ചർച്ച ചെയ്യാൻ KPCC നേതൃയോഗം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത്. പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ അധ്യക്ഷന്മാരും പങ്കെടുക്കും. വയനാട്ടിലെ DCC ട്രഷറർ വിജയന്റെ ആത്മഹത്യാ വിവാദവും ചർച്ചയ്ക്ക്. PV അൻവറിന്റെ മുന്നണി പ്രവേശനവും ചർച്ചയാകും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. ബന്ധുക്കളുടെ മൊഴിയെടുത്ത് ബത്തേരി DYSP. നേതാക്കളുടെ ഉറപ്പ് വിശ്വസിച്ച് വായ്പാ വിവരങ്ങൾ ശേഖരിക്കാൻ കുടുംബം. CPM ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെ കരുനീക്കം ശക്തമാക്കി സജി ചെറിയാൻ പക്ഷം. 3 ടേം പൂർത്തിയാക്കും മുൻപേ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. ജില്ലാ സമ്മേളനത്തിൽ നിർണായക നീക്കത്തിന് സാധ്യതയേറി. പകരം മനൂസി പുളിക്കലും TK ദേവകുമാറും പരിഗണനയിൽ. പെരിയ ഇരട്ടക്കൊലയിൽ ശിക്ഷ സ്റ്റേ ചെയ്യപ്പെട്ട 4 പ്രതികളും അല്പസമയത്തിനകം മോചിതരാകും. KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്ത് സ്വീകരിക്കാൻ CPM നേതാക്കൾ. തിക്കിലും തിരക്കിലും പെട്ട 6 പേർ മരിച്ച തിരുമല തിരുപ്പതി ക്ഷേത്രം ആന്ധ്ര മുഖ്യമന്ത്രി സന്ദർശിക്കും. കളക്ടറോടും SP-യോടും റിപ്പോർട്ട് തേടി. അപകടമുണ്ടായത് വൈകുണ്ഠ ഏകാദശി ദർശനത്തിന് കൂപ്പൺ നൽകുന്ന കൗണ്ടറിന് മുന്നിൽ.